അലീസേ എന്നാ അലീസേ എന്തേ കയ്യിലൊക്കെ പിടിച്ചാ? ഞാൻ വായിച്ചൊക്കെ നോക്കി. പക്ഷെ എന്റെ പവിത്ര എന്തൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? അയ്യേ, ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എന്റെ ദൈവമേ, എന്റെ ആലീസ, ഇത് ജീവിതമല്ല, ഇത് സീരിയലാണ്. നടന്ന കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് നാട്ടുകാരത്തൊന്നും കാണത്തില്ല. സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ലോകത്തിൽ നടക്കാത്തതും ഇനി നടക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ സീരിയലിലെ നടി രാധാമണിക്ക് ഭർത്താവല്ലാതെ വേറൊരു പ്രേമം. ഇത് ഈ സീരിയലിന്റെയൊക്കെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? എല്ലാ സീരിയലും നോക്കിയാൽ ഇതാണ് സംഭവം. അപ്പം നേരെ മറിച്ച് നമ്മുടെയൊക്കെ നാട്ടുപുറത്താണെങ്കിലും ഈ പെണ്ണുമ്പിള്ളക്ക് ഈ കാമുകന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയാൽ മതി. പക്ഷേ സീരിയൽ അങ്ങനെയല്ല. ഈ ഭർത്താവിനെ കൊന്ന് ഭർത്താവിന്റെ സ്വത്തുക്കൾ മുഴുവനും അടിച്ചു മാറ്റി ഭർത്താവിന്റെ അമ്മേനെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ച് പുള്ളിക്കാരൻ്റെ അനിയത്തിയുടെ കല്യാണവും മുടക്കി ചേട്ടത്തിയുടെ ഗർഭവും കലക്കി പണ്ടാരെ അടങ്ങി മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചിട്ടേ ഇവരടങ്ങുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാധാമണി എന്നുള്ള പേര് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ വരുന്നവരുടെ ഇഷ്ടത്തിനല്ല കഥാപാത്രത്തിന്റെ പേരിടുന്നത്. രാധാമണി അത് മതി. പഠിച്ച ഡയലോഗ് ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. അല്ല, ഡയലോഗ് ഞാൻ എങ്ങനെ ഒറ്റക്ക് പറയാനാ? മാത്രമല്ല ഫസ്റ്റ് ഡയലോഗ് അജയന്റെയാ. അജയന്റെയാ? പഠിച്ചു നോക്കട്ടെ. ഓഹോ, അപ്പൊ ഈ കഥയിലെ കാമുകനാണ് അജയൻ. ഈ അജയൻ രാധാമണിയുമായി ഒളിച്ചോടാൻ പോകുന്നതാണ് സന്ദർഭം. അപ്പൊ എന്തായാലും ഞാൻ ഈ സാധനം ഒന്ന് അഭിനയിച്ച് കാണിക്കാം. ശ്രദ്ധിച്ചോണ്ടോണം. ഞാനിത് അഭിനയിക്കുവാന്ന്. രാധാമണി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്നെങ്കിലുണ്ടല്ലോ രക്ഷപ്പെടാം. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം. ബാ. എന്റെ ഡയലോഗ് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. വിഷ്ണുവേട്ടന്റെ സകല സ്വത്തുക്കൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല. അജയൻ ചേട്ടൻ കുറച്ച് നാൾ കൂടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പിന്നെ ഒളിച്ചോടാം. കറക്റ്റ് അല്ലേ? മുഴുവൻ കഴിഞ്ഞു. ഒരു ഒറ്റ വാക്ക് പോലും തെറ്റിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചുമ്മാ പെണ്ണുങ്ങൾ എവിടെ ഇരുന്നുണ്ട് വള സംസാരിക്കുന്ന പോലെ അല്ല. ഇത് സീരിയലാണ്. സീരിയലാകുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു മോഡുലേഷൻ വരണം. ശരിയായില്ലേ? ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾ അത് മനസ്സിലാക്കാം. രാധാമണിയുടെ ഡയലോഗ് അല്ല? രാധാമണിയുടെ. ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ ഇട്ടേച്ചു പോകാൻ ഒന്നിനെ കൊണ്ട് പറ്റില്ല. കണ്ണിപ്പോ പൊട്ടിയാനെ. ഇതാ ശ്രദ്ധയില്ല, കണ്ണു കൊത്തി പൊട്ടിച്ചതല്ല ആലീസേ. പിന്നെ ഇത് അഭിനയമാണ്. നമ്മുടെ ഈ രാധാമണി അഭിനയിക്കുകയാണ്. ഇത് ബോഡി ലാംഗ്വേജ് വിത്ത് ഡയലോഗ് പ്രസന്റേഷനാ. നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ വെക്കുന്ന കൈ അത് മനസ്സിലായില്ലേ? ഇത് സീരിയലാണ്. ലക്ഷങ്ങൾ വിലയുള്ള സാരി അവർ ഉടുത്തിരിക്കുന്നത്. അതിന്റെ ആ പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ഇടാൻ വേണ്ടി അങ്ങനെ വേണം നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി. ഇത് ശ്രദ്ധിച്ചോണം. അങ്ങനെ പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വിഷ്ണുവേട്ടന്റെ സ്വത്തുക്കൾ മുഴുവൻ ഒറ്റയടിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാൻ അത്രയ്ക്ക് മണ്ടിയല്ല. അയ്യോ, ശ്വാസം വിടുന്നുണ്ടല്ലേ? അത് തന്നെ ഇങ്ങനെ കടുകെട്ടി ഡയലോഗ് പറഞ്ഞ ശ്വാസം വിട്ടു. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. ഇത് ശ്വാസം മുട്ടിയതല്ല. പിന്നെ ഇത് രാധാമണി അഭിനയിക്കുന്നതാണ്. അഭിനയിക്കാൻ ഇങ്ങനെ കാണിച്ചതാ. പിന്നെ ഓരോ ഡയലോഗ് കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ പറയണ. അപ്പം അത് മാത്രമല്ല, കൃഷ്ണമണി രണ്ടും എടുത്ത് വെളിയിലിടണം. അപ്പൊ എന്ത് ചെയ്യും? അത് സ്പൂൺ വേണം. സ്പൂൺ അഥവാ ചാടിപ്പോണ സ്പൂണിന് കയറ്റി ഇതിനകത്തോട്ട് ഇടണം. ഇതൊക്കെയല്ലേ സീരിയലിൽ വേണ്ട സാധനങ്ങളാ ഇത്. പറഞ്ഞു നോക്കിയേ. അങ്ങനെ പോകാനൊന്നും പറ്റില്ല. വിഷ്ണുവേട്ടന്റെ സകല സ്വത്തുക്കൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. അജയൻ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പിന്നെ ഒളിച്ചോടാം. പിന്നെ ക്യാമറ നോക്ക്. കണ്ണെടുത്ത് വെളിയിട്. കാര്യമുള്ള എന്റെ പൊന്നെ. ശരിയായ ഒരു വിധമൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. കണ്ണീന്ന് വെള്ളം വരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്കൊന്നാകാൻ സാധിക്കില്ല. നമ്മുടെ രഹസ്യങ്ങൾ പുറത്തറിഞ്ഞാൽ എല്ലാവരും നമുക്കെതിരെ തിരിയും. എന്നെ കൊന്നുകളയാൻ പോലും മടിക്കില്ല. ഇത്രയും കാലം ഇത്രയും കാലം ഞാൻ അയാളെ ഭർത്താവായി സ്വീകരിച്ചതേ വേറെ പല ഉദ്ദേശങ്ങൾ കൂടി കൊണ്ടായിരുന്നു. ഇനി ഞാൻ അയാളെ വെറുതെ വിടില്ല. അയാളെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ തന്നെ നിന്നോണം. ഈ സമയത്ത് ക്യാമറ മുന്നോട്ട് വരുന്നു, അപ്പുറത്തോട്ട് വരുന്നു. മുന്നോട്ട് വരുന്ന കഥാപാത്രം അനങ്ങാൻ പാടില്ല. ക്യാമറയുടെ ട്രിക്കാണ്. ഞാൻ അനങ്ങരുത്.
അങ്ങനെ ശ്വാസം വേണോ? ഓക്കെ. അടുത്ത ഡയലോഗ്. എന്തുവാ? ഈ രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് പറയല്ലേ, പിന്നെ എവിടെ നിന്ന് ഇവിടെ തന്നെത്താനെ നിന്ന് കഴിഞ്ഞാൽ വല്ലവരും വല്ല പ്രതിമയാണ് വല്ല കാക്കാൻ വന്നിരിക്കും. നടക്ക്. എന്തിനാ നടക്കുന്നത്? അജയൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്? അതല്ല, സീരിയലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരിടത്ത് നമ്മൾ നിന്നാ പോരാ. ഒരിടത്ത് നിന്ന് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടന്നോണം. ഇങ്ങനെ നടന്നു വേണം ഓരോന്ന് പറയാൻ വേണ്ടിട്ട്. നടന്ന് കാണിച്ചു തരാം. രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അജയൻ നോക്കിക്കോളൂ. കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ അദ്ദേഹത്തിന് ആയുസുള്ളൂ. ആദ്യത്തെ അവസരത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കൊല്ലും. ആർക്കും ഒരു സംശയം പോലും തോന്നാതെ. പവിത്ര, ഞാൻ ഇവിടെ വന്ന് ഡയലോഗ് പറ. ആണ്ടേ, അതല്ലെന്ന്. അതായത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പതുക്കെ നടന്ന് വേണം ഈ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ അഭിനയിച്ചാൽ മതി. കിട്ടും, പറ്റും. നടന്ന് അഭിനയിക്കണം, അത്രയല്ലേ ഉള്ളൂ. പറഞ്ഞു. ഈ രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ രാധാമണി ആരാണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. നടക്ക്. അജയൻ നോക്കിക്കോളൂ. കുറച്ച് ദിവസം കൂടി മാത്രമേ അയാൾക്ക് ആയുസുള്ളൂ. ആദ്യത്തെ അവസരത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കൊല്ലും. ഞാൻ അങ്ങനെ കൊല്ലും. ആർക്കും ഒരു സംശയം പോലും കൂടാതെ. എവിടെ പോവാ? അല്ല, പൗത്രല്ലേ പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞ് അങ്ങ് നടന്നു പോവാൻ. പോവണ്ടേ അപ്പം? എന്റെ ആലീസ നടന്ന് നിങ്ങൾ അപ്പുറത്തെ പറമ്പിൽ കൂടെ പോകാൻ വേണ്ടിട്ടല്ല പറഞ്ഞത്. ഇത് ഈ സീരിയലിന്റെ ഒരു സാധനം, ഒരു ഡയലോഗ് പതുക്കെ നടന്ന് ഇവിടെ വരാൻ നിന്ന് നിൽക്കാനല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാണ് നടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും എനിക്കറിയത്തില്ല. സീരിയലാകുമ്പോ നടക്കണം, അതിലെ കൂടെ എല്ലാം നടന്ന് വർത്താനം പറയണം. അലിസ, ഒരു കാരണവശാലും നമ്മൾ ആരുടെ കണ്ണിൽ നോക്കി സംസാരിക്കരുത്. ഇപ്പൊ സീരിയലിൽ അങ്ങനെയാണ്. ക്യാമറ എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കണം നമ്മുടെ നോട്ടവും പ്രവർത്തനങ്ങളും എല്ലാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഡയലോഗ് പറ. ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സംശയം തോന്നാത്ത രീതിയിൽ എന്നിട്ട് ആ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ തട്ടിയെടുക്കും. അതാണ് ഡയലോഗ്. പറഞ്ഞേ. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അയാളെ ഞാൻ കൊല്ലും. എന്നിട്ട് ആ സ്വത്തുക്കൾ മൊത്തം ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. പോവല്ലേ, ഇങ്ങോട്ട് വാ. നിങ്ങളൊരു ഭയങ്കര ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാവട്ടോ. എന്നാ ഇതെന്താ കലയുടെ നിറക്കുടമല്ലേ വന്നിരിക്കുന്നത്. എന്തൊരു അഭിനയമാണ് നമ്മുടെ ആലീസ്. ആയിക്കോട്ടെ, 100% ഞാൻ ഉറപ്പ് തരുന്നു. ഈ സീരിയല് 1000 അല്ല 2500 എപ്പിസോഡ് തികയ്ക്ക് ഉറപ്പാണ്. നാളത്തെ സ്റ്റാർ ആണ് ആലീസ്. ആയിക്കോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ഞാൻ ഇതില് രാധാമണിയാണ്. രാധാമണിക്ക് ഒരു കാമുകനുണ്ട്, അത് അജയൻ. ഉണ്ടാവണമല്ലോ. ആ അജയന്റെ ഡയലോഗ് ഇച്ചാനൊന്ന് പറഞ്ഞുതരാമോ? ഇച്ചാനാകുമ്പോ എനിക്ക് ഒന്നും കൂടി ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഞാൻ അവരോട് പറയാം. അജയന്റെ ഡയലോഗ് പറയണം. അപ്പൊ ഞാൻ രാധാമണിന്റെ ഡയലോഗ് പറയാം. ശ്രദ്ധിച്ച് ചെയ്ത് നോക്ക്. അതായത് പവിത്ര, ആലിസേ, എനിക്കറിയാവുന്ന ജോലി എന്ന് പറയുന്നത് ഡോക്ടർ എന്നത് മാത്രമാണ്. മൃഗങ്ങളെ ചികിത്സിക്കാൻ മാത്രമേ എനിക്കറിയാവൂ. അതിനപ്പുറമായിട്ട് വേറൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് അഭിനയം അറിയില്ല. അറിയാത്ത പണി ചെയ്യാൻ എനിക്ക് താല്പര്യവും ഇല്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ, എന്നെ കൂട്ടണ്ട. ആലീസേ, അതായത് ആലീസ് നമ്മൾ ഇതിനകത്ത് നമ്മുടെ രാധാമണിയുടെ ആ പോർഷൻ ഇല്ലേ, ആ പോർഷന്റെ ഒരു 2 പീസ് ഒന്ന് കാണിച്ചു കൊടുത്തത്. അപ്പം ഡോക്ടർക്ക് അത് മനസ്സിലാവുന്നതിന് നമ്മൾ എന്താണ് ഉൾക്കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ സാധനം ഒന്ന് വിട്ടേ, അത് കാണിക്കേ. ശ്രദ്ധിച്ച് കണ്ടോണേ സാറേ. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. വിഷ്ണുവേട്ടന്റെ സകല സ്വത്തുക്കളും ഇവിടെ ഉപേക്ഷിച്ച് പോവാൻ ഞാനാരാ? മണ്ടിയാണോ? മണ്ടി. നീ അജയന്റെ ഡയലോഗ് പറഞ്ഞു കൊടുക്ക്. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. ഇത് എന്നാ ഈ കാണിക്കുന്നേ? എന്താണ് ഇത്? ഡയലോഗ് പറ. ഇതാണോ പ്രതിഭാതനയായ ആക്ട്രസ്? നാണക്കേടാണ്, നാണക്കേട്. സീരിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പ്രതിഭയുള്ള ആക്ടേഴ്സ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടാണ് ഇത്രയും നാൾ ഇത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ കാണുന്നതും ആസ്വദിക്കുന്നതും. ഇമാതിരി പേക്കൂത്തുണ്ട്. നീ എന്താ കാണിച്ച? എന്താ ഇതെന്താടി? ഇതാണ് അഭിനയം? അറിഞ്ഞുകൂടാത്ത പണിക്ക് പോകരുത്. സമ്മതിച്ചു തന്നിരിക്കുന്നു. എത്ര എപ്പിസോഡ് പോവും? 2500. ഇതാരാവും? സൂപ്പർ സ്റ്റാർ അല്ലേ? ആവും. നോക്കിയിരുന്നോ? നാണമില്ലേടി? നാണം, ഉളുപ്പ് വേണം. ഇതാണോ പ്രതിഭാതനയായ ആക്ട്രസ്? നാണക്കേടാണ്, നാണക്കേട്. സീരിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പ്രതിഭയുള്ള ആക്ടേഴ്സ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടാണ് ഇത്രയും നാൾ ഇത് നിലനിൽക്കുന്നത്.
അതുകൊണ്ടാണ് ആൾക്കാർ കാണുന്നതും ആസ്വദിക്കുന്നതും. ഇമാതിരി പേക്കൂത്തുണ്ട്. നീ എന്താ കാണിച്ച? എന്താ ഇതെന്താടി? ഇതാണ് അഭിനയം? അറിഞ്ഞുകൂടാത്ത പണിക്ക് പോകരുത്. സമ്മതിച്ചു തന്നിരിക്കുന്നു. എത്ര എപ്പിസോഡ് പോവും? 2500. ഇതാരാവും? സൂപ്പർ സ്റ്റാർ അല്ലേ? ആവും. നോക്കിയിരുന്നോ? നാണമില്ലേടി? നാണം. ഉളുപ്പ് വേണം. എന്റെ ആലീസെ, ഈ പുള്ളി പറയുന്നൊന്നും കേൾക്കരുത് കേട്ടോ. ആ പുള്ളി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആലീസിന്റെ കലാജീവിതമായിരിക്കും നശിച്ചു പോകുന്നത്. ഏത് നേരം മൃഗത്തിന്റെ കൂടെ നടക്കുന്ന ഈ പുള്ളിക്ക് കലയെക്കുറിച്ച് വല്ല അറിയോ? ഏത് നേരം നോക്കിയാൽ ചാണകം മരുന്ന് നടക്കുന്ന ഈ പുള്ളിക്കായി കലാവാസന. ഓ, എന്തൊരു മനുഷ്യനാന്ന് ആലോചിച്ചോനെ. ആലീസ് അടുത്ത ഡയലോഗ് പറ. ശരിയാവുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ കറക്റ്റാന്ന് ഞാൻ പറഞ്ഞില്ല. 2500 എപ്പിസോഡ് ഓക്കെയാ. പിടിച്ചോ. പേടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല. പേടിച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല. അജയ, ഈ ലോകം ധീരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ലോകം ധീരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ദ്രോഹിയെ. എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ദ്രോഹിയെ അത് ഉറക്കെ പറ. ഉറക്കം ഞാൻ അവിടെ പറഞ്ഞോളാം, ഇവിടെ പറഞ്ഞാൽ തെറി കിട്ടും. എന്നാ ശരി. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ദ്രോഹിയെ, എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ദ്രോഹിയെ വകവരുത്തിയിട്ട് എനിക്ക് എന്റെ അജയനോടൊപ്പം ജീവിക്കണം, എനിക്ക് എന്റെ അജയന്റെ ഒപ്പം ജീവിക്കണം എന്നും പറഞ്ഞ അജയന്റെ നെഞ്ചിലേക്ക് ചാരി വീഴുവാണേ. വീഴുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുഖം ഇങ്ങനെ വെക്കല്ലേ. മുഖം എപ്പോഴും ക്യാമറയുടെ ഭാഗത്തേക്ക് ആയിരിക്കണം. ഇത് ഇങ്ങനെ കടന്ന് കരയണം. എങ്ങോട്ട് വീഴണോന്ന്? അജയന്റെ നെഞ്ചത്ത് വീണിട്ട് ക്യാമറയിൽ നോക്കി കരയണം. നെഞ്ചത്തോട്ടെ? അയ്യടാ, അതിന് വേറെ ആണോ നോക്ക്. അങ്ങനെ നെഞ്ചത്തോട്ട് വീഴാന്ന് എന്നെ കിട്ടൂല. അപ്പൊ പിന്നെ എന്നെ പവിത്ര, ദേഹത്ത് തൊട്ടുള്ള അഭിനയൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ദേഹത്ത് തൊടാതെ പിന്നെ എങ്ങനെ അഭിനയിക്കുന്നത്? പവിത്ര, എന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാ സത്യമായിട്ടും അന്ന് അവന്റെ അന്ത്യമായിരിക്കും. ശരി, ഇതിലെ കഥാപാത്രം അങ്ങനെ വന്ന് വീഴണോന്നുള്ളതല്ലേ? ഇപ്പൊ എന്ത് കുന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും എന്നെ കിട്ടൂല. എന്റെ ആലീസ് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ആലീസ് പറഞ്ഞിട്ടാണോ ഞാൻ അവരോട് ഒന്ന് കയ്യും കാലും എല്ലാം പിടിച്ചിട്ട് ഈ വേഷം മാറ്റി ഇങ്ങനത്തെ ഒരു വേഷം ആലീസിന് ഞാൻ തന്നത്? എന്താണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാനില്ല. ഇതിപ്പോ തൊടാതെ അഭിനയിച്ചിട്ട് എന്നാ കാര്യം? എന്നാ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പരിപാടി പറയട്ടെ. ഈ ക്യാരക്ടർ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്ക്. എന്നിട്ട് തൊടാതെ പിടിക്കാതെയുള്ള എന്തെങ്കിലും കഥാപാത്രം ഉണ്ടെങ്കിൽ എനിക്കിതാ. എന്നാ തൊടാതെ പിടിക്കാത്ത ഒരു സ്ക്രിപ്റ്റ് അവരെ കൊണ്ട് കൊടുക്കാം. അന്നേരം അവർ എഴുതി കൊടുത്താലും. എന്ത് കുന്താണെങ്കിലും ഈ പരിപാടിക്ക് ഞാനില്ല. കണ്ടവന്റെ നെഞ്ചത്തോട്ട് വീഴാണ്ട് ഞാനാ. ചായ എടുക്കട്ടെ? എന്റെ പൊന്നെ, വന്നിട്ടൊരു ചായ പോലും കൊടുത്തില്ല. ചെയ്യുമെന്ന് പറഞ്ഞോണ്ട് ആർട്ട് പടത്തിൽ വന്നിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഡയലോഗ് പഠിച്ചോ? ആലിസെ ചോദിച്ചത് കേട്ടില്ല, ഡയലോഗ് പഠിച്ചോന്ന്. പാടുപെട്ട് വേഷം വാങ്ങിച്ചിട്ട് അവസാനം ഡയലോഗ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നാണക്കേടാവും. പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല എനക്ക്. ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചായ എന്നെ ആ പരിപാടി നമുക്ക് പറ്റൂല. അതെന്നാ? ഈ സീരിയലാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ട ആണുങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചും ഒക്കെ അഭിനയിക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കാൻ? കഥയിൽ അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ് എനിക്കിങ്ങനെ കണ്ട ആണുങ്ങളെയൊന്നും തൊട്ടും പിടിച്ചൊന്നും അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാണ്. ഇമാതിരി തോന്നിയാസിലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല. എന്നിട്ടെന്തോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അത് അഭിനയമല്ലേ? അഭിനയാണെങ്കിലും തൊട്ടും പിടിച്ചൊക്കെ അഭിനയിക്കണ്ടേ? അത് പറ്റില്ല. ഇല്ല. ഇവിടെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ ഈ സിനിമ സീരിയലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ? അവിടെ തൊട്ടും പിടിച്ചൊക്കെ അഭിനയിക്കുന്ന നീ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇതിനിറങ്ങിയേ? ഇച്ചായ, ഞാനൊരാളെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ച ഇച്ചായന് സങ്കടാവൂ? ഇല്ല, അഭിനയമല്ലേ. അതെ, പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ഈ ന്യായം പറഞ്ഞ് ഇച്ചായനെ ആരെങ്കിലും കയറി കെട്ടിപ്പിടിച്ചാ എനിക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. എന്തിനാ ഇച്ചായ ഞാൻ വെറുതെ റിസ്ക് എടുത്ത് തലയിൽ വെക്കുന്നത്? അഭിനയിച്ചില്ലെങ്കിൽ അഭിനയിച്ചില്ലെന്നല്ലേ ഉള്ളു. ആ ഡയറക്ടറിനോട് ഞാൻ എന്തോരം പറഞ്ഞിട്ടെന്നറിയാം എനിക്കൊരു വേഷം തന്നത്. ഇനി അയാളെ കാണുമ്പോ ഞാൻ എന്നാ പറയും? ഞാനങ്ങ് ചത്തുപോയെന്ന് പറ. ചത്തുപോയാ പിന്നെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു കാര്യം, 24 മണിക്കൂറും ഫോണിനകത്താ. ഇവന്റെയൊക്കെ ഭാവികൾ എന്തൊക്കെ ആവോ എന്തോ. മാഷോ എങ്ങോട്ടാ രാവിലെ? ഒരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു പൗത്ര. ഒരു പണക്കാരനെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതായത് ഈ നാട്ടിലൊരു പണക്കാരൻ? എന്താ സംശയം? ഞാൻ തന്നെ. ഓഹോ,
ഇപ്പൊ എന്നാ പണക്കാരന്റെ പ്രശ്നം എന്നാ? പൗത്ര, ആ. എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു വീടാണ്. ആ. എന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ടാ ബാക്കിയുള്ള സ്വത്തുക്കളൊക്കെ ഉണ്ടായത്. ഈ അധ്വാനിച്ചെന്ന് പറഞ്ഞാ ഈ പലിശ കൊടുക്കുന്ന പൈസയുടെ കാര്യമല്ലേ പറയുന്നേ? എന്താ പലിശ കൊടുക്കുന്ന പണി അത്ര നിസ്സാരമാണെന്നാണോ പൗത്രം പറയുന്നത്? അതിനകത്ത് തന്നെ അധ്വാനം ഉണ്ട്. എന്ത്? കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് തിരിച്ചു മേടിക്കുന്നതിൽ ഭയങ്കര അധ്വാനമാണ്. ഓ, ഇപ്പൊ എന്നാ പ്രശ്നം എന്നാ ശരിക്കും? എനിക്ക് 4 വീടുകളുണ്ട്. ആ. ഈ 4 വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൽ 2 വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. അവർ കൃത്യമായിട്ട് വാടക തരും, വീട് വൃത്തിയായി സൂക്ഷിക്കും, ഇടയ്ക്കിടയ്ക്ക് വാടകയും കൂട്ടിത്തരും. പിന്നെ എന്റെ മെക്കിട്ട് കയറാനും വരില്ല. പക്ഷെ മറ്റേ 2 വീട്ടുകാർ അങ്ങനെയല്ല. അതേതാ ഈ മറ്റേ 2 വീട്ടുകാര്? ഒന്ന്, മൃഗാശുപത്രിയിൽ ജോലിയുള്ള അനുരാധയും അവളുടെ കൂടെ താമസിക്കുന്നവർ. ആ. അവര് രണ്ടുപേരും നല്ല മര്യാദക്കാരായിരുന്നു. ഈ അനുരാധ വന്നോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു. എന്തിനും ഏതിനും തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. വാടക കൂട്ടിത്തരാതിരിക്കാനുള്ള അടവ. എന്തായാലും ഇപ്പൊ തറക്കേടില്ലാതെ വാടക കിട്ടുന്നില്ലേ? അത് നീയല്ല തീരുമാനിക്കണത്, ഞാനാണ്. ഇപ്പൊ ഞാൻ എന്തായിരുന്നില്ല അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കൃത്യമായിട്ട് വാടക എന്നില്ലെങ്കിൽ ഞാൻ അവരെ അവിടെ ഇറക്കി വിടാൻ പോവാ. എന്റെ മാഷ അങ്ങനെ അങ്ങ് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്നില്ല. അത് മാത്രമല്ല, മാഷ എല്ലാ ദിവസവും ഇങ്ങനെ കുടയും കുത്തിപ്പിടിച്ച് അവരുടെ വീട്ടിലോട്ട് പോയാൽ മാഷിനൊരു വില ഉണ്ടാവത്തില്ല. ഇവളെയൊക്കെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ തന്ത്രപരമായിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്റെ മാഷ എല്ലാ ദിവസവും അങ്ങോട്ട് ചെന്ന് കയറുന്നതുകൊണ്ടാണ് മാഷിനൊരു വിലയില്ലാത്ത, അവർ മൈൻഡ് പോലും ചെയ്യാത്തത്. മാഷ് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ഡേറ്റ് പറയണം. ഈ ഡേറ്റിൽ എനിക്ക് എൻ്റെ വാടക കൃത്യമായി തരണമെന്ന് പറയണം. എന്നിട്ട് ആ ഡേറ്റിലെ ആ വീട്ടോട് ഒന്ന് കയറാവുള്ളൂ. അല്ലാതെ പാട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ എല്ലാ ദിവസവും ആ വീട്ടോട് ഒന്ന് കയറി അവർ മൈൻഡ് ചെയ്യൂ. പോട്ടെ, ഈ 2ാമത്തെ വീടാ ഡോക്ടർ ജോർജ് കുട്ടി താമസിക്കുന്ന വീട്. അയാളുടെ ഭാര്യയുണ്ടല്ലോ, അവരൊരു അഹങ്കാരിയാണ്. ഇത്രയും ഉത്തരവാദിത്ത ബോധമില്ലാത്തൊരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ എൻ്റെ ഡോക്ടറെ വീട് വരെ ഒന്ന് പോവാ. എനിക്ക് ആലീസിനെ കണ്ടിട്ട് ചെറിയൊരു കാര്യം സാധിക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യപൗത്രൻ, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അവരെയും ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ മാഷ് നേരെ എന്നങ്ങ് ഇരുന്ന് പറഞ്ഞാൽ മതി. എനിക്ക് വേറെ കാര്യമുണ്ട്. ഇനി ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അനുരാധയോട് നേരിട്ട് പറയുന്നേക്കാട്ടിലും നല്ലത് ഫോൺ ചെയ്ത് പറയുന്ന പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പണക്കാരനൊരു ശക്കലം ഒന്ന് മാറോ, എനിക്കങ്ങ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. പവിത്രം പറഞ്ഞതിലും കാര്യമുണ്ട്. ധിക്കാരിയായ പെണ്ണുമ്പിളുടെ മുമ്പിൽ ചെന്ന് ചാടാതിരിക്കുന്നതാണ് ബുദ്ധി. നാരായണ നാരായണ. സൂസനെ, അനുരാധ എഴുന്നേറ്റില്ലേ? അവൾക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? അവൾ എഴുന്നേറ്റു, പക്ഷെ അവള് ഭയങ്കര വിഷമത്തിലാ ചേച്ചി. അതാ അവള് പുറത്തു വരാത്ത. എന്തിന്? ആ സീരിയലിൽ അവൾക്ക് ചാൻസ് കിട്ടുമെന്ന് അവൾ ഒരുപാട് പ്രതീക്ഷിച്ചതാ. പക്ഷെ അഭിനയിച്ച് കാണിപ്പിച്ചപ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞു. ഈ ലോകത്തെ എല്ലാം ക്ഷണികമല്ലേ, ഏതു നിമിഷവും കൈവിട്ടു പോവാം. അതിലിപ്പോ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഈ ഫിലോസഫി ആയിട്ടേ ചേച്ചി അവളുടെ അടുത്തേക്ക് പോകരുത്, അവളെ വായിരിക്കുന്ന കേൾക്കും. സൂസനെ, ഈ ലോകത്ത് സന്തോഷങ്ങളോട് തോന്നുന്ന മോഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഒന്നിനോട് ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെന്തു ദുഃഖം? ഒന്നിനോടും ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചിക്ക് സർക്കാർ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ആഹാരം കഴിക്കുന്നില്ലേ? ഇനിയിപ്പൊ ആഹാരത്തിനോട് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാൻ പറ്റുമോ? എന്റെ മോഹമൊന്നും അല്ല പ്രശ്നം, ചേച്ചിയുടെ പ്രാക്ക. ഒരു കാര്യമില്ലാതെ എന്നെ ഇന്നലെ എന്തൊക്കെ പറഞ്ഞു. നോക്കിക്കോടി, എന്റെ വൃതം മുടക്കിയ നിന്റെ തലയിൽ ഇടുത്തി വീഴും. നിന്റെ നാവ് പുഴുത്തോ. നോക്കിക്കോ, മൃഗാശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന ഏതെങ്കിലും കാള കുത്തിയിട്ടാവും നിന്റെ മരണം. അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ, നീ അങ്ങ് ക്ഷമിക്കടി. അല്ലപ്പ ഞാൻ പ്രാഗിയത് കൊണ്ടോന്നല്ല നിന്റെ ചാൻസ് പോയത്. ഞാൻ പ്രാഗിയപ്പ എന്താ, അതില് പ്രായച്ചിത്തായിട്ട് ഞാൻ ഇന്നലെ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ, ഈശ്വര എന്റെ അനുരാധയ്ക്ക് നല്ലത് മാത്രം വരുത്തണേ. ദേ, ലംബോദര മുതലാളി വിളിക്കുന്നു. ചേച്ചിയെ ഫോണിങ് എടുക്കും, അയാളുടെ സൂക്കേട് ഞാൻ മാറ്റി കൊടുക്കാം. മനുഷ്യൻ പ്രാന്തോടെ ഇരിക്കുമ്പോഴാ. ഹലോ,